പ്രിയമുള്ളവരെ, 12 സ്ലീഹന്മാർ എന്ന് പറയുമ്പോൾ അവ സഭയുടെ അടിത്തറയാണ്. നമുക്കറിയാം, തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്, സഭയുടെ മൂലക്കല്ല് ഈശോ മിശിഹായാണ്. സഭയുടെ അടിത്തറ 12 അപ്പസ്തോലന്മാരാണ്. അവരുടെ വിശ്വാസത്തിന്മേൽ പ്രത്യേകിച്ച് പത്രോസ് ശ്ലീഹ അത് പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് സഭയുടെ താക്കോലുകൾ കർത്താവ് പത്രോസിന് നൽകിയത്. പിന്നീട് കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം നൽകിക്കൊണ്ട് കർത്താവ് അവരെ നിയോഗിച്ചു. അതിനുശേഷം അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ശക്തിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ നൽകി ജനങ്ങളെ കർത്താവിൻ്റെ സഭയിൽ അംഗങ്ങളാക്കുന്നതിനും കർത്താവ് പഠിപ്പിച്ചതെല്ലാം പഠിക്കാൻ അവരെ നിയോഗിക്കുകയും ചെയ്തു കർത്താവ്. ഈ വലിയ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നിങ്ങളുടെ ഈ ഇടവകയിലെ 12 സ്ലീഹന്മാരുടേതായ മാധ്യസ്ഥ്യം. ഒരർത്ഥത്തിൽ സഭയുടെ തന്നെ വലിയൊരു സ്വഭാവം ഉൾക്കൊള്ളുവാനുള്ള പ്രചോദനമാണ് ഈ ഇടവക ദേവാലയത്തിൻ്റെ നാമധേയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 12 ശ്ലീഹന്മാരുടെ ആ വലിയ മാതൃകയും പ്രചോദനവും എന്ന് പറയുമ്പോൾ കർത്താവ് അവരിൽ നിക്ഷേപിച്ച ആ വലിയ കൃപയുടേതായ ഒരനുഭവം പടിപടിയായി സ്വീകരിക്കാൻ നിങ്ങൾക്കും അവസരം ലഭിക്കുകയാണ്. മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വിശ്വാസിയും വാസ്തവത്തിൽ ഈ 12 സ്ലീഹന്മാരുടെ ദൗത്യത്തിൽ പങ്കുചേരുന്നവരാണ്. മാമോദീസ അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള നമ്മുടെ സഭാപ്രവേശനമാണ്. ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മൾ ഉയരുന്ന സന്ദർഭമാണ്. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് തൈലാഭിഷേകത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അഭിഷേകം ചെയ്യപ്പെടുന്ന സന്ദർഭമാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവിടുന്ന് ക്രമേശ വളരുവാനുള്ള ആ അവകാശം നമുക്ക് ലഭിക്കുന്ന സന്ദർഭവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവേശക കൂദാശകളെല്ലാം സ്വീകരിച്ചിരിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ. ഈ പ്രവേശക കൂദാശകളിലൂടെ സഭയിൽ അംഗങ്ങളാകുന്നവർ കർത്താവ് 12 ശ്ലീഹന്മാരെ ഭരമേൽപ്പിച്ച ദൗത്യവും നിർവഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. സുവിശേഷ പ്രഘോഷണം, കർത്താവിങ്കിലേക്ക് ജനങ്ങളെ ആനയിക്കുവാനുള്ള ആ ദൗത്യം, അതുപോലെ തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഉത്തരവാദിത്വം. പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ ഈശോ മിശിഹാ കൊണ്ടുവന്ന വലിയ ഒരു ദൗത്യമാണ് ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മുടെ ജീവിതങ്ങളിലൂടെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുവാനുള്ള ഒരു വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നാം ഇന്ന് കൂടുതൽ ബോധവാന്മാരും ബോധവതികളും ആകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മൾ ശ്രവിച്ചു. പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, പിന്നെയോ കർത്താവായ ഈശോ മിശിഹായിലുള്ള നീതിയും അവിടുത്തെ സമാധാനവും അനുഭവിക്കുകയും അത് ലോകത്തിന് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൗത്യ നിർവഹണം നമുക്കായിട്ട് പൗലോസ് ശ്ലീഹ ചൂണ്ടിക്കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം ജീവിതകാലം മുഴുവൻ ചെയ്തത് അതാണ്. ആദിമസഭയെ പീഡിപ്പിച്ചിരുന്നവനായ പൗലോസ് നമ്മുടെ കർത്താവിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യക്ഷീകരണത്തിലൂടെ തൻ്റെ മാനസാന്തരത്തിൽ വരികയും പിന്നീട് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്തയാളാണ് പൗലോസ് ശ്ലീഹ. അതിനാൽ തന്നെ 12 സ്ലീഹന്മാരോടൊപ്പം ഒരു സ്ലീഹായായിട്ട് സഭയിൽ കരുതപ്പെടുന്നവനാണ് പൗലോസ് ശ്ലീഹ. അപ്പോൾ അങ്ങനെയുള്ള ആ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് തന്നെയാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലും പറയുന്നത്.
അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ശിഷ്യന്മാരോട് കർത്താവ് നൽകിയ അവസാനത്തെ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇത് കർത്താവിൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും പിന്നീടുള്ള വെളിപ്പെടുത്തലുകളെയും കുറിച്ചുള്ള ഒരു അറിയിപ്പാണ് കർത്താവ് നൽകുന്നത്. കർത്താവ് മരിച്ച് അടക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർ കാണുകയില്ല കർത്താവിന്. എന്നാൽ അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വീണ്ടും കാണും. ഈ ഒരു കാര്യം പിന്നീട് അവർ അനുസ്മരിക്കുന്നുണ്ട്. ഇത് ശ്ലീഹന്മാർക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതാണ്. നമ്മൾ ഈ ലോക ജീവിതത്തിൽ, സഭയിലൂടെയുള്ള ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ കാണുന്നുണ്ട്. തിരുവചനത്തിലൂടെ കാണുന്നു, കുദാശകളിലൂടെ കാണുന്നു, പ്രാർത്ഥനകളിൽ കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകമായിട്ടുള്ള വരങ്ങളും ദാനങ്ങളും ഒക്കെ സ്വീകരിക്കുമ്പോൾ നമ്മളത് കാണുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കർത്താവിനെ കാണുന്നു. എന്നാൽ പിന്നീട് നമ്മുടെ മരണത്തിൽ, നമ്മുടെ അടക്കത്തിൽ അല്പസമയത്തേക്ക് നമ്മൾ കർത്താവിനെ കാണുന്നില്ല. വീണ്ടും നമ്മൾ കർത്താവിനെ കാണുന്നു സ്വർഗത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കർത്താവിൻ്റെ അനുഭവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൂടെയും കടന്നു പോകുന്നത്. ശ്ലീഹന്മാരോട് കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ ഇന്നും നമുക്കും അന്വർത്ഥമായി, നമ്മുടെ ജീവിതങ്ങളിലും അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം അവിടുത്തോടു കൂടി ഉള്ളതാണ്. അവിടുന്നില്ലാതെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നയിച്ചാൽ നമ്മുടെ കർത്താവിൽ വിശ്വസിക്കാത്ത മനുഷ്യരെ പോലെ ലൗകികരായി, ഭൗതികരായിട്ട് ഭവിക്കും. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിതം പുതിയതാണ്, പുതിയ സൃഷ്ടിയാണ്. കർത്താവിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. എ ന്യൂ ക്രിയേഷൻ. നമ്മുടെ ജനനത്താലെ ഉള്ള ആ സൃഷ്ടി മാമോദീസായിലൂടെ ഒരു പുതു സൃഷ്ടിയായി തീരുകയാണ്. കർത്താവിനോട് നമ്മൾ ഐക്യപ്പെടുകയാണ്. കർത്താവിലൂടെയാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം മുഴുവനും. കർത്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ജീവിതത്തിൻ്റെ തന്നെ ഉന്നതമായ ഒരനുഭവമാണ് വിശുദ്ധ കുർബാനയും. കുർബാനയെക്കുറിച്ച് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ സ്രോതസ്സും ഉച്ചാവസ്ഥയുമാണെന്നാണ്. ഈ വിശുദ്ധ കുർബാനയിലാണ് ക്രൈസ്തവ ജീവിതം നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് ആ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ആത്മശരീരങ്ങൾ പവിത്രീകരിക്കപ്പെടുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വലിയ ദാനം നൽകിയിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അതുതന്നെയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയാൻ അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. അപ്പോൾ ഇത് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ശിഷ്യന്മാരോടുകൂടി കർത്താവ് ആയിരുന്നത് പോലെ തന്നെ വചനത്താലും കുദാശകളാലും വിശിഷ്യാവിശുദ്ധ കുർബാനയാലും കർത്താവ് നമ്മോട് കൂടിയാണ്. ആ ഒരു മിശിഹ അനുഭവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവമായി മാറണം. അല്ലാതെ നാം ദേവാലയത്തിൽ പോകുന്ന സന്ദർഭത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഒരനുഭവം, പിന്നീട് പോയി കഴിയുമ്പോൾ മറ്റൊരനുഭവം, പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ഒരു ആശ്വാസം, ഇങ്ങനെയുള്ള രീതിയിലല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതം. നമ്മുടെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ ആകത്തുകയിൽ അതിൻ്റെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ തലങ്ങളിലും മിശിഹായോടൊപ്പമുള്ളതായിരിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം മിശിഹായാകുന്നു. ഫോർ മീ ലൈഫ് ഈസ് ക്രൈസ്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം മിശിഹായാകുന്നു. അപ്പോൾ മിശിഹ ഇല്ലാതൊരു ക്രൈസ്തവ ജീവിതം നമുക്കൊരിക്കലും വിഭാവനം ചെയ്യാൻ സാധിക്കരുത്. പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, അത് വിവിധ വിളികളിലൂടെ നമ്മൾ പൂർത്തീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമർപ്പിതരായിട്ടുള്ള വിളി, സമർപ്പിത ജീവിതത്തിനുള്ള വിളി സ്വീകരിച്ചിട്ടുള്ളവർ കർത്താവിനെ ഏറ്റവും തീവ്രമായ രീതിയിൽ അനുകരിച്ച് പൂർണ്ണമായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് അവരിൽ സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് വൈദികരുടെയും വൈദിക മെലധ്യക്ഷന്മാരുടെയും ഒക്കെ ജീവിതം. മറ്റൊരു ശൈലിയിൽ ഇത് തന്നെയാണ് കുടുംബജീവിതക്കാരായിട്ടുള്ള വിവാഹം ജീവിച്ച് കുടുംബം സ്ഥാപിച്ച് മക്കളെ ജനിപ്പിച്ച് അവരെ വളർത്തി ഈ ലോകത്തിൽ
കർത്താവിൻ്റെ സഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിൽ മനുഷ്യ സമൂഹത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മായ സഹോദരീ സഹോദരന്മാരുടെയും ദൗത്യം. ഇത് മിശിഹ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. മിശിഹായുടെ സ്നേഹത്തിലാണ് ക്രൈസ്തവ ദമ്പതികൾ ഐക്യപ്പെടുത്തപ്പെടുന്നതെന്ന് നമുക്കറിയാം. വിവാഹവേളയിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വചനമാണത്. മിശിഹായോട് കൂടി ഒരു പുരുഷനെ ഒരു സ്ത്രീയും യോജിപ്പിക്കപ്പെട്ട് ആ മിശിഹായിൽ തങ്ങളുടെ ജീവിതം, അത് ദാമ്പത്യ ജീവിതമായാലും കുടുംബജീവിതമായാലും സമർപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ കേൾക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഒരു കുടുംബം മറ്റൊരു കുടുംബത്തോട്, ഒരു ഇടവകയിൽ എല്ലാ കുടുംബങ്ങളും ചേർന്ന് ഒക്കെ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇപ്രകാരം ഉള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് മിശിഹായോടുകൂടിയുള്ള ഈ ജീവിതത്തിലേക്കാണ് 12 സ്നേഹന്മാർ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. കർത്താവിൻ്റെ അയക്കപ്പെട്ടവർ നിങ്ങളെയും അയച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ സുവിശേഷ ദൗത്യം നിർവഹിക്കാനുള്ള കർത്താവിൻ്റെ നിയോഗം ഈ 12 അപ്പോസ്തലന്മാരിലൂടെ നിങ്ങളും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു നിയോഗത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾ സാധിക്കട്ടെ. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസപ്രദനെ ലഭിക്കും. ആ ആശ്വാസപ്രദൻ ഞാൻ പഠിപ്പിച്ചവയെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ ആ സഹായകൻ നിങ്ങളോടുകൂടി ഉള്ളപ്പോൾ ഞാൻ പഠിപ്പിച്ചവയെല്ലാം പഠിപ്പിക്കാൻ നിങ്ങൾ ശക്തരായിത്തീരും എന്നൊക്കെ കർത്താവ് സംസാരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലും കർത്താവ് പറഞ്ഞ ഒരു വസ്തുത നാം മറക്കരുത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയാണ്. അടുത്തിടെ ഒരു വൈദികൻ എന്നോട് പറഞ്ഞ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഒരു രോഗിയെ കാണാൻ ചെന്നപ്പോൾ ആ രോഗി പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി ഈ നിയോഗത്തിലൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ രോഗം സുഖപ്പെടണമെന്നൊന്നും അച്ഛൻ പ്രാർത്ഥിക്കണ്ട. കാരണം എൻ്റെ രോഗം സുഖപ്പെട്ടാലും സുഖപ്പെട്ടില്ലെങ്കിലും എൻ്റെ കുടുംബം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗം കാണിച്ചു തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയും. ക്യാൻസർ രോഗിയായിട്ട് കിടക്കുന്ന ഒരു സഹോദരിയാണ്. അച്ഛൻ പറഞ്ഞു, എന്താണ് ഉദ്ദേശിക്കുന്നത്? കുടുംബ സമാധാനത്തോട് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബത്തിലെ സ്ഥിതിഗതികളൊക്കെ പറഞ്ഞു. എനിക്ക് 3 മക്കളുണ്ട്. അതിൽ ഒരു കുഞ്ഞിന് മാത്രമേ ജോലിയായിട്ടുള്ളൂ. 2 പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന് നല്ലൊരു ഉദ്യോഗമില്ല. അതുകൊണ്ട് സാമ്പത്തികമായ ക്ലേശമുണ്ട്. ഇതെല്ലാം നടക്കാനായിട്ട്. അപ്പോൾ ഒരു ദീർഘകാല പദ്ധതിയാണല്ലോ കർത്താവിനോട് ചോദിക്കുന്നതെന്ന് അച്ഛൻ അല്പം നർമ്മം കലർത്തി ആ അമ്മച്ചിയോട് ചോദിച്ചു. അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അത് വളരെ ഉള്ളുരുകി അച്ഛൻ പ്രാർത്ഥിച്ചു. ദീർഘനേരം പ്രാർത്ഥിച്ചു. സഹോദരിക്ക് വളരെ ആശ്വാസമുണ്ടായി. അച്ഛൻ വീട്ടിൽ പോയി. വീട്ടിൽ എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചിയെ അച്ഛനെ വിളിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥന ഫലിച്ചു. അതങ്ങനെ ഇത്ര പെട്ടെന്ന് ഫലിക്കുന്ന വലിയൊരു പദ്ധതിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഉടനെ ആ സഹോദരി പറയുകയാണ്, എൻ്റെ ഭർത്താവിന് നല്ല ഒരു ജോലി ലഭിച്ചു. ആ ജോലി കൊണ്ട് ഇനി ഞാൻ മരിച്ചാലും എൻ്റെ മക്കളെ വളർത്തി നല്ല നിലയിലെത്തിക്കാൻ സാധിക്കും. നോക്കുക, പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഇന്നും കർത്താവ്. ആ അച്ഛനത് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാനൊരു സാധാരണ വൈദികനാണെന്ന് പിതാവിനറിയാമല്ലോ, പക്ഷെ എന്ന് വരികിലും ഇന്നും നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. നമ്മുടെ അയോഗ്യതയൊന്നും പരിഗണിക്കാതെ ആവശ്യക്കാർക്ക് കർത്താവ് കൊടുക്കുന്നുണ്ട് എന്നൊരു വലിയ ബോധ്യം എൻ്റെ വൈദിക ജീവിതത്തിൽ ലഭിച്ചു എന്ന് അച്ഛനോട് പറഞ്ഞു. ഞാനും പറഞ്ഞു, അച്ഛാ, ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ധന്യത. വൈദികരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംതൃപ്തി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളും നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് ദൈവാനുഗ്രഹത്തിന് മാർഗങ്ങളാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സൗഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ നാം നമുക്ക് വേണ്ടി തന്നെ ഒന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി തന്നെ നാം ഒന്നും മാറ്റിവെക്കേണ്ടതില്ല. ഈ വലിയ സൗഭാഗ്യം അത് നമുക്ക് അവസാനം ലഭിക്കുമെന്നുള്ള രീതി ഞങ്ങൾ സംസാരിച്ച കാര്യം ഞാൻ പറയുകയാണ്.
പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇതുവരെയും എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 12 ശ്ലീഹന്മാർ ആദിമസഭയിൽ അത്ഭുതങ്ങൾ കർത്താവിനെ പോലെ തന്നെ പ്രവർത്തിച്ചവരാണ്. അവർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അവരല്ല ചെയ്യുന്നത്, കർത്താവാണ് ചെയ്യുന്നത്. കാരണം കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമുള്ളിടത്ത് കർത്താവ് ഇന്നും പ്രവർത്തന നിരതനാണ്. വിശ്വാസമുള്ളിടത്ത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. അത് ഞാൻ 2 സ്ഥലത്ത് പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ഞാൻ അടുത്തിടെ ചേർപ്പങ്കൽ എന്ന് പറയുന്ന പാലാരൂപതയിലെ വലിയൊരു ഫൊറോന പള്ളിയിൽ ഒരു ക്ലരീഷ്യൻ വൈദികന് പട്ടം കൊടുത്തു. ആ പട്ടം കൊടുത്ത സന്ദർഭത്തിൽ പട്ടം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ ഒരു ക്ലരീഷ്യൻ യുവാവായ വൈദികൻ എന്നോട് പറഞ്ഞു, പിതാവേ, എനിക്ക് പിതാവിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പള്ളിമേടയിലേക്ക് വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണ്: പിതാവിൻ്റെ ഒരു വലിയ അനുഭവം പിതാവിനോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലത്ത് തിയോളജി പഠനം ആരംഭിച്ച ആ കാലം മുതൽ അദ്ദേഹത്തിന് 2 കാലിലും വെരിക്കോസ് വെയിനിൻ്റെ അസുഖം. അത് വർദ്ധിച്ച് ഞരമ്പുകളെല്ലാം പെടച്ച് ഭയങ്കരമായ വേദനയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടി രക്തം ഒഴുകാറുമുണ്ട്. നൽകപ്പെടുന്ന ചികിത്സകളൊന്നും ഒരു ഫലവും ചെയ്യുന്നില്ല. വളരെ വേദനയാണ്. ചില സന്ദർഭങ്ങളിൽ ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ വലിയ പ്രയാസമാണ്. ഞാൻ ഓർത്തു എന്നെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന്. സെക്കൻഡ് ഇയർ അവസാനിച്ചപ്പോൾ ഞാൻ ചെന്ന് റക്ടർ അച്ഛനോട് ചോദിച്ചു, എന്നെ എന്താണ് പറഞ്ഞു വിടാത്തത്? എനിക്ക് ഈ അസുഖം കൊണ്ട് ഞാൻ എങ്ങനെ? അവരാണെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു സമർപ്പിത സമൂഹമാണ്. എങ്ങനെ എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ടും ധ്യാന പ്രസംഗങ്ങൾ നടത്താനായിട്ടും ഒക്കെ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആ അധികാരിയായ അച്ഛൻ പറഞ്ഞു, അച്ഛനെ സെമിനാരിയിൽ നിന്ന് വിടുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല, ഒരിക്കലും ചിന്തിക്കുകയില്ല. കാരണം അച്ഛൻ അത്രമാത്രം ആഴമായ വിശ്വാസ ജീവിതവും ദൈവവിളിയുടെ ദാനവും ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയും ഈ അസുഖമൊക്കെ തുറന്നു. എന്നിട്ട് 4-ാം വർഷമായി പട്ടം സ്വീകരിക്കുന്ന സന്ദർഭമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, പട്ടം സ്വീകരിക്കുക, രോഗങ്ങളും പരാധീനതകളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വൈദികനായിട്ടും അച്ഛൻ്റെ ചികിത്സ നമ്മൾ തുടരും. പട്ടം സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ദൈവവിളിയെക്കുറിച്ച് അച്ഛന് ബോധ്യമുണ്ടല്ലോ, ഞങ്ങൾക്കും ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു സ്വീകരിച്ചു. അപ്പോൾ ഈ അച്ഛൻ ഇപ്പോഴും ഉള്ളിലൊരു ആകുലതയാണ്, എങ്ങനെയായിരിക്കും പട്ടം സ്വീകരിച്ചു കഴിഞ്ഞുള്ളത്. അപ്പോൾ പട്ടം സ്വീകരിക്കുന്ന സമയത്തിൽ നിങ്ങൾക്കറിയാം, പട്ടം സ്വീകരണത്തിൽ 2 ശ്യാമീത പ്രാർത്ഥനകളുണ്ട്. കൈവപ്പ് ശുശ്രൂഷയുടെ പ്രാർത്ഥനകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളെ കാർമ്മികനായ മെത്രാൻ ചൊല്ലി കൈവച്ച സന്ദർഭത്തിൽ മുഴുവനും അദ്ദേഹം വെച്ചിരുന്ന ഏക നിയോഗം, കർത്താവായ ഈശോയെ, എൻ്റെ ഈ അസുഖം മാറ്റിത്തരണമേ എന്നായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ വളരെ വിഷമിച്ച് മുട്ടുകുത്തിയ ആള് വളരെയേറെ സുഖമായിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ പിറ്റേ ദിവസം എൻ്റെ കാലിൽ നോക്കിയപ്പോൾ പിടച്ച ഞരമ്പുകളെല്ലാം നേരെയായിരിക്കുന്നു. എൻ്റെ അസുഖം അത്ഭുതകരമായിട്ട് എൻ്റെ പട്ടസ്വീകരണത്തിൻ്റെ പ്രാർത്ഥനകളോടുകൂടി മാറി എന്ന് അച്ഛൻ പറയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇത് അച്ഛൻ എല്ലായിടത്തും പറയണം. കാരണം പല മനുഷ്യർക്കും മടിയാണ് പ്രാർത്ഥിക്കാൻ. പല മനുഷ്യരും വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചാലും ഫലമില്ലെന്നാണ്. അതുപോലെ തന്നെ പല മനുഷ്യരും വിചാരിക്കുന്നത് എത്രമാത്രം പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അതിനൊന്നും ഫലം കിട്ടില്ലെന്നല്ലോ എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നന്മയായിട്ടുള്ളത് എന്താണെന്നുള്ളത് ദൈവം മാത്രമേ അറിയുന്നുള്ളൂ, നാം പോലും അറിയുന്നില്ല. നമ്മുടെ വീക്ഷണകോണത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മക്കളുടെ ജീവിതത്തെയും എല്ലാം നമ്മൾ അളക്കുകയാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണത്തിലായിരിക്കും ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ മക്കളുടെ ജീവിതത്തെയും ഒക്കെ കാണുന്നത്. ദൈവത്തിൻ്റെ പരിപാലനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ യാചനകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുക. കർത്താവ് ഈശോ മിശിഹായിൽ അപ്രകാരമായിരുന്നു. ഈശോ മിശിഹ മാനുഷികമായിട്ട് ആഗ്രഹിച്ചത് ഒന്നുമല്ല അവിടുത്തെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. ദൈവപുത്രനായിരുന്നത് കൊണ്ട് നമ്മളെക്കാൾ കൂടുതലായിട്ട് പെട്ടെന്ന് ദൈവഹിതം മനസ്സിലാക്കുവാനുള്ള ആ
സത്താപരമായിട്ടുള്ള സ്വഭാവം കർത്താവിനുണ്ടായിരുന്നു, അത് സത്യം തന്നെ. പക്ഷെ എന്ന് വരികിലും അവിടുന്ന് മാനുഷികമായിട്ട് ചിന്തിച്ച സന്ദർഭങ്ങളിൽ ആഗ്രഹിച്ചതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെയോ ദൈവികമായിട്ട് ചിന്തിച്ച് പിതാവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചപ്പോഴെല്ലാം അത് സംഭവിച്ചു. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ദൈവപുത്രനായ അവിടുന്ന് പിതാവായ ദൈവത്തെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ലാസറേ പുറത്തു വരിക എന്ന്. പുറത്തു വന്നു. അപ്പോൾ ഇതുപോലെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ കർത്താവായ യേശുമിശിഹായിലുള്ള നമ്മുടെ സമർപ്പണത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇതെനിക്ക് നന്മയ്ക്കായിട്ടുള്ളതാണെങ്കിൽ കർത്താവ് യേശുമിശിഹ തീർച്ചയായിട്ടും തരുമെന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. നമ്മുടെ മക്കൾക്ക് കൃപകളും ദാനങ്ങളും ഒക്കെ ലഭിക്കും. ഇതാണ് നാം ഈ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരു സമാന്തര ചിന്തയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മിശിഹായോടുകൂടിയുള്ള ജീവിതം അത് സഭയോട് ചേർന്ന് നമ്മൾ നിർവഹിക്കുമ്പോൾ സഭയിലെ വചനപ്രഘോഷണത്തിലൂടെയും കൂദാശകളുടെ സ്വീകരണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈനംദിന സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നാം ആരും ഒറ്റപ്പെട്ട വ്യക്തികളല്ല. നമുക്ക് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ കഷ്ടിച്ച് 8 വർഷമേ ആയിട്ടുള്ളൂ ഈ പള്ളി ആരംഭിച്ചിട്ട്. എന്നെങ്കിലും അതീവ തീക്ഷ്ണതയോടുകൂടി നിങ്ങൾ ഇവിടുത്തെ കൂട്ടായ്മയിൽ ശക്തമായിട്ട് നീങ്ങുന്നു. ദൈവത്തിന് സ്തുതി. ഇത് തുടരണം. നിങ്ങളുടെ ഈ ചെറിയ ഇടവക സമൂഹത്തിൽ നിന്ന്, ചെറുതെന്ന് ഞാൻ പറയുന്നത് താരതമ്യേന നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന മാന്നാനം വലിയ പള്ളി അല്ലെങ്കിൽ അതിരമ്പുറ ഫൊറോന പള്ളികളെയൊക്കെ അവിടെ തുലം ചെയ്തുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഏത് ചെറിയ അജഗണവും കർത്താവിനാൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യമായിട്ട് കൊടുക്കാൻ സാധിക്കും, കാരുണ്യത്തിന് സാക്ഷ്യമായിട്ട്. നമ്മുടെ സഹോദരന്മാരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ആവശ്യക്കാരായിട്ടുള്ളവരെ, രോഗികളായിട്ടുള്ളവരെ, നിർധനരായിട്ടുള്ളവരെ, ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വട്ടം ചുറ്റുന്നവരെ എല്ലാവരെയും സഹായിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഒരു കാര്യം നാം മറന്നു പോകരുത്. ചില സന്ദർഭങ്ങളിൽ ചില പെട്ടെന്നുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നപ്പോൾ ചിലർ പറയും, പിതാവേ അത് അപകടമാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അപകടങ്ങൾ നോക്കിയിട്ടല്ല. പിന്നെയോ കർത്താവ് നമ്മളെ നിയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. 12 സ്ലീഹന്മാരും അങ്ങനെയായിരുന്നു. 12-ൽ ഒരുവനാണല്ലോ ഇവിടെ വന്നത്, മാർത്തോമാ സ്ലീഹ. ആ മാർത്തോമാ സ്ലീഹായുടെ അടിത്തറയിലാണല്ലോ നമ്മുടെ മാർത്തോമാ വിശ്വാസികളുടേതായ സഭകൾ, സിറോ മലബാർ സഭ പ്രത്യേകിച്ചും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ലീഹായുടെ അടിസ്ഥാനം അവകാശമായി ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഇതുപോലെ അവകാശമായി ലഭിച്ചിരിക്കുന്നതാണ് പത്രോസ് സ്ലീഹായുടെ അടിത്തറ റോമൻ കത്തോലിക്ക സഭയ്ക്ക്. അതുപോലെ തന്നെയാണ് സ്പെയിനിലെ സഭയ്ക്ക് യാക്കോബ് സ്ലീഹായുടേത്. ഇത് മൂന്നുമാണ് അപ്പസ്തോലന്മാരുടെ അടിത്തറമേൽ പണിയപ്പെട്ടതായിട്ട് വിശ്വാസി സമൂഹം അവകാശപ്പെടുന്ന സഭകൾ. ഇങ്ങനെയുള്ള ഈ സഭയിൽ 12 സ്ലീഹന്മാരെയും നിങ്ങൾ അനുസ്മരിക്കുന്നു. മാർത്തോമായുടെ മക്കൾ 12 പേരെയും അനുസ്മരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ കൂട്ടായ്മയെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് ലോകമെമ്പാടും നിങ്ങളുടെ ക്രൈസ്തവ സാക്ഷ്യം അറിയിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും നിങ്ങൾ പരിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അവിടുത്തോടുകൂടി ആയിരിക്കട്ടെ. അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ സുവിശേഷ പ്രഘോഷകരും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാക്ഷികളുമായി എന്നും നിലനിന്ന് ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തിൽ പ്രകാശിതമാക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തുതി.